ഒരാൾക്ക് മീതെ അങ്ങനൊരു പെണ്ണ് വരേണ്ടതില്ല, അല്ലെങ്കിൽ പാർട്ടിക്ക് മീതെ വളരുമ്പോൾ അത് പെണ്ണാവേണ്ടതില്ല എന്നൊരു തീരുമാനമുണ്ടല്ലോ. പാർട്ടി അതിനെ അങ്ങനെ കാണുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ പൊതുസമൂഹം അങ്ങനെ കാണുന്നുണ്ടാകാം. ടീച്ചറമ്മ എന്ന് പറയുന്ന, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് ഒരു വനിത വരികയാണെങ്കിൽ അത് ശൈലജ ടീച്ചർ ആവട്ടെ എന്ന്, അല്ലെങ്കിൽ പിണറായിക്ക് പകരക്കാരിയായി ശൈലജ വരട്ടെ എന്നൊക്കെ പൊതുസമൂഹത്തിൽ ചർച്ചകൾ നടക്കുമ്പോഴാണ് അത്തരത്തിലൊരാളെ വളരെ എളുപ്പത്തിൽ ഒഴിവാക്കാൻ നീക്കം നടക്കുന്നു, പിന്നീട് അവരെ പേരാവൂരി പ്രതിഷ്ഠിക്കുന്നു. അപ്പോൾ അതൊരു പെണ്ണായതുകൊണ്ട് എന്ന അർത്ഥത്തിൽ തന്നെ അല്ലേ? 5% ഉള്ള ഈ പ്രാതിനിധ്യത്തിൽ മെജോറിറ്റിയും LDFൻ്റേതാണ്. പൊതുവെ ഈ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ പ്രധാനപ്പെട്ട വനിതാ നേതാക്കളെ ഒരു പരിധി കഴിഞ്ഞ് വളർത്തുന്നില്ല. പലപ്പോഴും ശൈലജ ടീച്ചർ തന്നെ പറഞ്ഞിട്ടുണ്ട്, സേഫായ ജയിക്കുന്ന സീറ്റുകൾ സ്ത്രീകൾക്ക് കൊടുക്കുന്ന കാര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് വിമുഖതയുണ്ട്. 3 തെരഞ്ഞെടുപ്പുകളിലായിട്ട് അവർക്ക് വന്നിരിക്കുന്ന ഒരേ ഒരു MLA, UDFൻ്റെ ഒരേ ഒരു MLA എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ പോലും അല്ല, KK രമയാണ്. ഇപ്പോഴത്തെ ഏകദേശ കണക്കനുസരിച്ച് 14 ലക്ഷം വനിതകൾ കൂടുതലാണ്. കേരള നിയമസഭയിലേക്ക് ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്ത് കയറുന്ന ഒരു വനിതയാണ് റോസമ്മ പുന്നൂസാണ്. അവരാണ് പിന്നീട് പ്രോട്ടം സ്പീക്കറായത്. CPMൻ്റെ സംഘടനാ രീതി അനുസരിച്ച്, അല്ലെങ്കിൽ പാർലമെൻ്ററി രീതി അനുസരിച്ചിട്ട് പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. ആ വാർത്താ സമ്മേളനം കേട്ടിട്ടുണ്ട്, കാരണം അത് കേട്ടിട്ടാണ് നമ്മൾ മുൻകരുതൽ എടുത്തിരുന്നത്. ആ വാർത്താ സമ്മേളനം പിന്നീട് മുഖ്യമന്ത്രി ഏറ്റെടുക്കുന്നു. അത് ഹൈജാക്ക് ചെയ്യപ്പെട്ടതാണെന്നുള്ള ഗോസിപ്പുകൾ അതിനിടയിൽ വരികയും ചെയ്തു.